हरे कृष्णा प्रभु शर्मा जी, दंडवत प्रणाम। हरे कृष्णा। കേൾക്കാവോ പ്രഭു? കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്നും കർത്താൽ ഇവിടെ ഇല്ല. ഒരു മിനിറ്റ്. കർത്താൽ എവിടെ പോയതാ പ്രഭു? ഇന്നലെയും കിട്ടിയില്ല. ഒരു സെക്കൻഡ് പ്രഭു ശർമ്മ ജി. റെക്കോർഡിംഗ് വേണേ ഒന്നുകൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മാധവ മാധവ കുഞ്ച ബിഹാരി ജയ രാധ മാധവ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ गिरिवरधारी जय गोपी जन वल्लभ गिरिवरधारी यशोदा नंदन व्रज जनन यशोदा नंदन व्रज जनन यमुना तीरावनचारी यमुना श्रीरावनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव राधे जय जगन्नाथ जय बालदेवा जय सुभद्रा महे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय जय प्रभुपाद जय प्रभुपाद जय गुरुदेव जय गुरुदेव। जय श्री श्री राधा माधव की जय, श्री श्री जगन्नाथ हरदीप सुभद्रा महारानी जी की जय, श्री श्री गौर नेता की जय, आनंद कोटि वैष्णववृंद की, श्रील प्रभुपाद की जय, गौर प्रेम। हरे कृष्णा प्रभु जन्मा जी, दंडवत प्रणाम. ഇന്ന് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 2 ആണ്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം तदो जय मुद्रेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तम श्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमां वन्दे श्रीगुरुं दीनचारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിന്റെ പേര് അധ്യായം 3 കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങുന്നത്. ഇന്ന് അതില്
രണ്ടാമത്തെ ശ്ലോകമാണ്, നമുക്ക് നോക്കാം. യസ്യാംബസി ശയനസ്യ യസ്യാംബസി ശയനസ്യ യോഗനിദ്രാം വിതാൻവത യോഗനിദ്രാ വിതാൻവത നാഭിഹൃദാംബുജ ആസീ നാഭിഹൃദാംബുജാദ് ആസീ ബ്രഹ്മ വിശ്വസൃജം പതി ബ്രഹ്മ വിശ്വസൃജം പതി यस्यांबसी शयनस्य यस्यांबसी शयनस्य योगनिद्रां वितान्वता योगनिद्रां वितान्वता नाभिहृदामुजा आसी नाभिहृदामुजा आसी ब्रह्म विश्वसृजं पति ब्रह्म विश्वसृजं पति यस्यांबसी शयनस्य योगनिद्रां वितान्वता नाभिहृदाम्बुजात् आसी नाभिहृदाम्बुजा आसी ब्रह्म विश्वसृजं पति ब्रह्म विश्वसृजं पति. विवर्तनम भावार्थम by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada की जय, Srila Gurudev की जय. ഞാൻ ഇത് രണ്ടും വായിക്കാം. കയ്യിൽ ഗ്രന്ഥമുള്ളവര് ഭാഗവതം ദയവായി നോക്കുക. വിവർത്തനം. പുരുഷാവതാരത്തിന്റെ ഒരു ഭാഗം പ്രപഞ്ചസാഗരത്തിൽ ശയിക്കുന്നു. പുരുഷാവതാര ശരീരത്തിലെ നാഭി സരസിൽ നിന്ന് താമരത്തണ്ട് പൊന്തി വരികയും ആ തണ്ടിന്റെ അഗ്രത്ത് വിടർന്ന ദിവ്യമായ താമരപ്പൂവിൽ സർവശക്തികളുടെയും അധിപനായ വിശ്വസൃഷ്ടാവായ പത്മസംഭവൻ ബ്രഹ്മദേവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭാവാർത്ഥം. പ്രഥമ പുരുഷാവതാരം കാരണോദകശായിയായ വിഷ്ണുവാണ്. അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് അസംഖ്യ പ്രപഞ്ചങ്ങൾ ഉദ്ഭൂതമാകുന്നു. ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദകശായി വിഷ്ണു പുരുഷാവതാരമായി പ്രവേശിക്കുന്നു. സ്വശരീര ജലത്താൽ സമൃദ്ധമായ അർദ്ധ പ്രപഞ്ചത്തിനുള്ളിൽ അദ്ദേഹം ഗർഭോദകശായി വിഷ്ണുവായി ശയിക്കുന്നു. അപ്രകാരം ശയിക്കുന്ന ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭി സരസിൽ നിന്ന് ബഹിർഗമിക്കുന്ന താമരത്തണ്ടിന്റെ അഗ്രത്ത് വിടർന്ന് മനോഹരമായ ദിവ്യ അംബുജം ഉണ്ടാകും. അഖില ജീവാത്മാക്കളുടെയും കർത്താവും പിതാവും പ്രപഞ്ച വിന്യാസ രൂപകൽപ്പനയിൽ നിർമ്മാണ കർമ്മത്തിലും ഏർപ്പെട്ടിരിക്കുന്നവനും സർവ്വദേവന്മാരുടെയും അധിപനമായ ബ്രഹ്മദേവന്റെ ജന്മസ്ഥാനമാണ് ഈ ദിവ്യ പത്മം. താമരത്തണ്ടിനുള്ളിൽ പൂർണ്ണ അധികാരമുള്ള ഗ്രഹ സമുച്ചയങ്ങളുടെ 14 വിഭജനങ്ങളുണ്ട്. അതിൽ ലൗകികാസക്ത ഗ്രഹങ്ങൾ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവയ്ക്കുപരിയായി മറ്റു ശ്രേഷ്ഠ പ്രപഞ്ച സമൂഹങ്ങളും. അത്യുന്നതമായ വിധാനത്തെ ബ്രഹ്മലോകം അഥവാ സത്യലോകം എന്ന് വിളിക്കും. സാംസ്കാരികാസക്ത ഗ്രഹസമൂഹങ്ങൾക്ക് താഴെ അസുരന്മാരും അതുപോലെ സാംസ്കാരിക ജീവാത്മാക്കളും നിവസിക്കുന്ന 7 നീച ഗ്രഹ സമൂഹങ്ങളും സ്ഥിതി ചെയ്യും. ഗർഭോദകശായി വിഷ്ണുവിന്റെ വിസ്തരണമാണ് അഖില ജീവാത്മാക്കളുടെയും പരമാത്മാവായ ക്ഷീരോദകശായി വിഷ്ണു. അദ്ദേഹത്തെ ഹരി എന്ന അഭിസംബോധന ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ സമസ്ത അവതാരങ്ങളും ഹരിയിൽ ഉദ്ഭവിക്കുന്നു. ആകയാൽ പുരുഷാവതാരം ത്രിവിധ ഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്നു എന്ന് നിർണയിച്ചിരിക്കുന്നു. ആദ്യത്തേതായ കാരണോദകശായി സമ്പൂർണ്ണ ഭൗതിക ഘടകങ്ങളെയും സൃഷ്ടിച്ച് മഹത്തത്വത്തിൽ സഞ്ചരിക്കുന്നു. രണ്ടാമതായ ഗർഭോദകശായി ഓരോ പ്രപഞ്ചത്തിലും സന്നിവേശിക്കുന്നു. മൂന്നാമത്തേയും അവസാനത്തെയുമായ ക്ഷീരോദകശായി വിഷ്ണു സർവ ഭൗതിക വസ്തുക്കളുടെയും ചരവും അചരവും എല്ലാറ്റിനെയും പരമാത്മാവുന്നു. പരമദേവത പുരുഷന്റെ ഈ പൂർണ്ണ സവിശേഷതകളെയും ഗ്രഹിക്കുന്ന ഒരാൾ ഭഗവാനെ ഉചിതമായി മനസ്സിലാകുന്നു. അപ്രകാരം ജ്ഞാതാവ് ജനന മരണ വാർദ്ധക്യ രോഗഗ്രസ്താവസ്ഥ തുടങ്ങിയ ഭൗതിക വസ്തുത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുന്നു. ഈ വസ്തുതയെ ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ മഹാവിഷ്ണു ശ്രദ്ധാവിഷയത്തെ സംഗ്രഹിക്കുന്നു. ആത്മീയ ആകാശത്തിന്റെ നിശ്ചിത സ്ഥാനത്ത് സ്വേച്ഛാനുസരണം മഹാവിഷ്ണു ശയിക്കുന്നു. അപ്രകാരം മഹാവിഷ്ണു കാരണസാഗരത്തിൽ ശയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക പ്രകൃതിയെ വീക്ഷിക്കുന്നു. തൽക്ഷണം മഹത്തത്വം സൃഷ്ടിക്കപ്പെടുന്നു.
അപ്രകാരം ഭഗവത് ശക്തിയാൽ ഊർജപൂരിതമാകയാൽ എപ്രകാരം വൃക്ഷങ്ങൾ യഥാസമയം നിരവധി ഫലങ്ങൾ സ്വയം ഫലങ്ങളാൽ അലങ്കൃതമാകുന്നുവോ അപ്രകാരം ഭൗതിക പ്രകൃതി തൽക്ഷണം അസംഖ്യം പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു. വൃക്ഷവിത്ത് കൃഷിക്കാരനാൽ വിതയ്ക്കപ്പെടുന്നു. അങ്ങനെ വൃക്ഷം അഥവാ പടർച്ചെടി യഥാസമയം അനേക ഫലങ്ങളാൽ സമൃദ്ധമായി വളരുന്നു. കാരണമില്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ആകയാൽ കാരണസാഗരത്തെ കാരണഭൂത സാഗരം എന്ന് വിശേഷിക്കുന്നു. കാരണം എന്നാൽ ഹേതുവായ അഥവാ കാരണഭൂതമായ എന്നർത്ഥം. നാസ്തിക സൃഷ്ടി തത്വം വിഡിതമാകയാൽ അതിനെ നാം അംഗീകരിക്കരുത്. ഭഗവത്ഗീതയിൽ നാസ്തികരെ കുറിച്ചുള്ള വിവരണം നൽകിയിരിക്കുന്നു. സൃഷ്ടികർത്താവിൽ അവർ വിശ്വസിക്കുന്ന, എന്നാൽ സൃഷ്ടിക്ക് ഉചിതമായ ഒരു വ്യാഖ്യാനം നൽകാൻ അവർക്കാകുന്നുമില്ല. പുരുഷാവതാര ശക്തി ഇല്ലെങ്കിൽ ഭൗതിക പ്രകൃതിക്ക് സൃഷ്ടിക്കുവാനുള്ള ശക്തിയില്ല. പ്രകൃതി അഥവാ സ്ത്രീക്ക് പുരുഷാവതാരം പുരുഷൻ അഥവാ പുരുഷന്റെ ബന്ധം കൂടാതെ കുട്ടിയെ ഉൽപ്പാദിക്കാൻ സാധ്യമല്ലാത്തത് പോലെയാണ്. പുരുഷൻ ബീജം നൽകുന്നു, സ്ത്രീ പ്രസവിക്കുന്നു. സ്തനം പോലെ തോന്നുമെങ്കിലും ആട്ടിൻ കഴുത്തിലെ മാംസളമായ സഞ്ചിയിൽ നിന്നും നാം ക്ഷീരം പ്രതീക്ഷിക്കരുത്. അതുപോലെ ഭൗതിക ഘടക പദാർത്ഥങ്ങളിൽ നിന്നും നാം യാതൊരു സൃഷ്ടിശക്തിയും പ്രതീക്ഷിക്കരുത്. പ്രകൃതിയെ പൂരിതമാക്കുന്ന പുരുഷ ശക്തിയിൽ നാം നിശ്ചയമായും വിശ്വസിക്കണം. യോഗനിദ്രയിൽ ശയിക്കാൻ ഭഗവാൻ ഇച്ഛിക്കയാൽ ഭൗതിക പ്രകൃതി അസഖ്യം പ്രപഞ്ചങ്ങളെ തൽക്ഷണം സൃഷ്ടിച്ചു. അവ ഓരോന്നിലും ഭഗവാൻ ശയിക്കുന്നു. ഇങ്ങനെ തൽക്ഷണം ആവിഷ്കൃതമായ അമേയമായ ശക്തി ഭഗവാൻ ഉള്ളതാകയാൽ ഉചിതവും കുറ്റമറ്റതുമായ ആസൂത്രണങ്ങളിലൂടെ ഭഗവാൻ സ്വേച്ഛാനുസാരം പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടതായി യാതൊന്നും തന്നെയില്ല. ഭഗവാന് ഉപരിയായോ സമനായോ ആരും തന്നെയില്ല എന്നത് രത്ന ചുരുക്കമാണ് വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवां च श्रीरूपं साग्रजातं सगगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपाद सगगण ललिता श्री विशाखान्वितांश. हे कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिकान्त राधाकान्त नमोस्तुते. सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी नमामि हरिप्रिये. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. आनंद लीलामय विग्रहाय हैमावति व्यास विसुंदराय तस्मै महाप्रेम रस प्रदाय चंद्राय नमो नमस्ते. श्री चैतन्य चंद्राय नमो नमस्ते. श्री चैतन्य चंद्राय नमो नमस्ते. ഹരേ കൃഷ്ണ. പ്രഭു സന്മാജേഷ് ഇന്നലെ നമ്മള് ഈ അധ്യായത്തിന്റെ തുടക്കം തന്നെ പറഞ്ഞു, ഇത് ഭഗവാന്റെ വളരെ വിസ്താരമായ ഭഗവാന്റെ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച്, ഓരോ ചലനങ്ങളെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അത് നമുക്ക് വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഭഗവാന്റെ വ്യത്യസ്ത ശക്തികൾ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഓരോ സ്ഥലത്തും അത് വളരെ ഭംഗിയായിട്ട് ശ്രീല പ്രഭുപാദർ പർപ്പൗട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. ഈ ഒരു അധ്യായത്തെ കുറിച്ച്, അല്ലെ ഭഗവാന്റെ ഈ അവതാരങ്ങളെ കുറിച്ച് നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ് അധികം താമസിയാതെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അത് വരികയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ആകയാൽ പുരുഷാവതാരം ത്രിവിധ ഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്നുവെന്ന് നിർണയിച്ചിരിക്കുന്നു. ആദ്യത്തേത് കാരണോദകശായി വിഷ്ണു, അതായത് പുരുഷാവതാരം. ഭഗവാന്റെ അവതാരങ്ങളില് പുരുഷാവതാരമുണ്ട്, അംശാവതാരമുണ്ട്, സ്വാംശീകരിച്ച അവതാരമുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് പുരുഷാവതാരങ്ങളുടെ ആദ്യം ത്രിവിധ ഭാവങ്ങൾ പ്രത്യക്ഷമാവുന്നു എന്ന് പറയുന്നു. അതിൽ ആദ്യത്തെ കാരണോദകശായി സമ്പൂർണ്ണ ഭൗതിക ഘടകങ്ങളെയും സൃഷ്ടിച്ച മഹത്വത്വത്തിൽ സഞ്ചരിക്കുന്നു. ഈ കാരണോദകശായി വിഷ്ണു എന്ന് പറയുന്ന അദ്ദേഹത്താലാണ് ഈ ഭൗതിക സൃഷ്ടി കംപ്ലീറ്റ് എന്താ പറയാ ആവിർഭവിക്കുന്നത്, അദ്ദേഹത്തിലൂടെയാണ്.
അതിനുശേഷം രണ്ടാമത്തേതായ ഗർഭോദകശായി ഓരോ പ്രപഞ്ചത്തിലും സന്നിവേശിക്കുന്നു. ഈ സൃഷ്ടിച്ച എല്ലാ പ്രപഞ്ചത്തിനകത്തും ഈ പറഞ്ഞ ഗർഭോദകശായി വിഷ്ണു അദ്ദേഹം എല്ലാ ഭൗതിക പ്രപഞ്ചത്തിനകത്തും പ്രവേശിക്കുന്നു. മൂന്നാമത്തേതായ കാരണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു സർവ്വ ഭൗതിക വസ്തുക്കളുടെയും ചരവും അചരവുമായ എല്ലാറ്റിനെയും പരമാത്മ രൂപേണ ആവേശിക്കുന്നു, ഇല്ലെങ്കിൽ ആവിർഭവിക്കുന്നു, ഉള്ളിൽ പ്രവേശിക്കുന്നു. അപ്പോ ഇത് നമ്മൾ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ, ഇതിൽ ഒരുപാട് ഡെപ്തിൽ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടമായിട്ട് തോന്നും. കാരണം ഇതെന്താണ്, നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത പല വിഷയങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കാരണം ഭഗവാന്റെ നമ്മളുടെ ഓരോ ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റിലുള്ള ഈ പ്രപഞ്ച ശക്തികളുടെ വിശദമായ വിസ്തരണമാണ്, ഇല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇതിനകത്ത് ഈ അധ്യായത്തിൽ പറഞ്ഞത്. ഇതിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു സയന്റിസ്റ്റിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ കാണുന്നുണ്ട്. അവരുടേതായ സൂക്ഷ്മ വീക്ഷണങ്ങൾ കൊണ്ടും ഈ സൂക്ഷ്മദർശികൾ കൊണ്ടും അങ്ങനെ ഒരുപാട് ആവശ്യം. അപ്പൊ അതിനർത്ഥം ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ ഈ പറഞ്ഞ സൂക്ഷ്മ വസ്തുക്കളായ കുറെ സാമഗ്രികൾ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിനെ കാണാനായിട്ടുള്ള ഒരു ഉപകരണം തയ്യാറാക്കുകയും അതുവഴി അവർ കാണുന്നുണ്ട്. അതിലൂടെ അവർക്ക് കുറച്ചുകൂടി ഭഗവാന്റെ സൃഷ്ടികളുടെ പല പല വ്യത്യസ്തങ്ങളെ കുറിച്ച് അവരറിയുന്നു. പക്ഷെ അവരതിനെ എന്താ പറയാ, ഇതിനെ ഭഗവാന്റെ ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ വിസ്തരണമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് പകരം അവർ വിചാരിക്കുന്നത് ഇതെല്ലാം പ്രകൃതി താനേ ഉണ്ടായതാണ്. ഇതാണ് പ്രഭുപാദൻ ലാസ്റ്റ് ഈ പർപ്പോട്ടിൽ അവസാനം പറയുന്നത്. സ്ത്രീ ഉണ്ടെങ്കിലും പുരുഷനാൽ മാത്രമേ സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതി എപ്പോഴാണോ പുരുഷനുമായിട്ട്, അതായത് ഭഗവാനുമായിട്ട് ചേർന്ന് ഭഗവാന്റെ ആജ്ഞകളെ വഹിക്കുന്ന, അപ്പോൾ മാത്രമേ അത് ഫലഭൂഷ്ടമായ കായ്കളും കനികളും നൽകുന്നുള്ളൂ എന്നാണ് ഈ പർപ്പോട്ടിൽ പറയുന്നത്. അല്ലെ, നമ്മളെ നോക്കുമ്പോൾ കുറെ നാള് നമ്മൾ ഒരു മരം വെക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേ അതിന്റെ ഫ്രൂട്ട്സ് ആൻഡ് ഫലങ്ങളും കായ്കളും ഒക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ, ഒറ്റയടിക്ക് വരാറില്ല. അതുപോലെ ഭഗവാൻ ഈ പറഞ്ഞ പോലെ എവിടെയാണ് ഭൗതിക ഘടകങ്ങളെ സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ. നല്ല ഒരു ക്ലാസ്സിന് തടസ്സപ്പെടുത്തിയതിൽ വിഷമിക്കും. ഹരേ കൃഷ്ണ. വൃന്ദാവനവാജി. ഓക്കെ. അപ്പൊ ആകയാൽ അങ്ങനെ ഭഗവാൻ ഈ പറഞ്ഞ പോലെ പ്രകൃതിയെ ഈ പറഞ്ഞ പോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാതാജി. കേൾക്കാം. എനിക്ക് ഇന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്കിന്ന് ഒരു ക്ലാസ്സിന്റെ ഇടയ്ക്ക് ശല്യം ചെയ്ത് തടസ്സപ്പെടുത്തിയതിൽ ഞാൻ വിഷമിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഭക്തന്മാരുമായിട്ട് സഹവാസം ചെയ്യാൻ ഒരു അവസരം തരണം. തരാം മാതാജി. ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കും കേട്ടോ. മാതാജി ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. മ്യൂട്ട് ചെയ്തു. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് എന്റെ. ഹരേ കൃഷ്ണ. ആകയാൽ ഈ മഹത്വത്വത്തില് നേരത്തെ പറഞ്ഞ പോലെ പ്രഭുപാദ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു എത്രയും പെട്ടെന്നൊരു ഫലം കായ്കള് ഈ പറഞ്ഞ ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുപോലെ അതിനൊരു സമയമുണ്ട്. അതുപോലെ ഈ സൃഷ്ടിയുടെ ഈ പറഞ്ഞ പോലെ ഭഗവാൻ ഇവിടെ കാരണോദ്ദേശ സമ്പൂർണ്ണ ഘടകങ്ങളെ സൃഷ്ടിച്ച് ആ മഹത്വത്തിൽ സഞ്ചരിക്കുന്നു. ആ ഇതിലൂടെയാണ്, അതിനുശേഷമാണ് രണ്ടാമതായിട്ട് ഗർഭോദകശായി വിഷ്ണു പ്രപഞ്ചത്തിൽ സന്നിവിച്ച ശേഷമാണ് ഈ പറഞ്ഞ ഭൗതിക ലോകത്തിനും എൻലൈവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടി ഇത് പറഞ്ഞാല ആക്റ്റീവ് ആവുന്നു എന്ന് പറയും പോലെ, മലയാളം വാക്ക് വരുന്നില്ല, ക്ഷമിക്കണം. അപ്പോ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളൊരു സയന്റിസ്റ്റിന്റെ ഉദാഹരണം നോക്കി. ആ സയന്റിസ്റ്റ് കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വീക്ഷണവും എല്ലാം കുറച്ചുകൂടി മാറ്റിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്.
ഈ പറഞ്ഞ ഭഗവാന്റെ ഈ വ്യത്യസ്തമായ ഭൗതിക ശക്തികളുടെ വിഭിന്നമായ ശക്തികളെ കുറിച്ച്. അതുപോലെ ഭഗവാൻ ആത്മീയ ശക്തിയുണ്ട്. ഇത് ഇപ്പൊ പറയുന്നതെല്ലാം ഭഗവാന്റെ തന്നെ ശക്തി വിസ്തരങ്ങളെ കുറിച്ചാണ്. ഇത് ഇന്റേണൽ പൊട്ടൻസി എന്നുണ്ട്, എക്സ്റ്റേണൽ പൊട്ടൻസി ഉണ്ട്, മാർജിനൽ പൊട്ടൻസി എന്ന് പറഞ്ഞ് 3 തരത്തിലുള്ള അതും ഇതിനകത്ത് പ്രഭുപാദർ പറയുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞ പോലെ എവിടെയാണ് ജീവാത്മകളുടെയും അതല്ല ഈ പർപ്പോട്ടിൽ നമ്മൾ വായിക്കേണ്ടായി. അതായത് ഈ ഭൗതിക തടസ്സം, അതായത് ഭൗതിക ലോകം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. മേലെ 14 ലോകങ്ങൾക്ക് മേലെയും താഴെയും, അത് മേളിൽ 7 ലോകവും താഴെ 7 ലോകവും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിന് മേലെയോ 7 ലോകമുണ്ട്, താഴെയും 7 ലോകമുണ്ട്. അതായത് അതാണ് ഈ പ്രഭുപാദ് ഈ താമരയുടെ ഒരു എക്സാമ്പിൾ ബ്രഹ്മാവിന്റെ ഇതിനകത്ത് പറയുന്നത്. അതിന്റെ മേളിൽ ഏറ്റവും ടോപ്പസ്റ്റ് ലോകം എന്ന് പറയുന്നത് സത്യലോകം, ബ്രഹ്മലോകം. അതായത് ഈ 7 ലോകത്തെ കുറിച്ച് പറയുന്നത് ജന തപ മഹാസത്യം. ആ ശ്ലോകത്തിന്റെ ഓർഡർ എനിക്ക് കിട്ടുന്നില്ല. താഴെ ആണെങ്കിൽ പാതാളത്തിലോട്ട് 7 ശ്ലോകം ഇത് പറയണ അത്തളം സുതളം വിതാളം തളാതളം മഹാതളം രസാതളം പാതാളം. ഇതിനകത്ത് ആരെങ്കിലും പ്രഭുസ് ആരെങ്കിലും അതിന് ഈ മേളിലത്തെ 7ന്റെ ഒന്ന് സ്റ്റാർട്ടിങ് പറയാവോ പ്രഭു? ജന തപ സത്യം മഹാ, അതിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു ആർക്കെങ്കിലും അത് ഷെയർ ചെയ്യാവോ? ഹരേ കൃഷ്ണ. ആരും കിട്ടുന്നില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. 7 ലോകമുണ്ട്. ജന തപ മഹർലോഹം, ജനലോഹം, തപർലോഹം. പിന്നെ അതിൽ ഏറ്റവും ടോപ്പസ്റ്റിൽ വരുന്നതാണ് സത്യലോകം. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ തടസ്സ ശക്തി എന്ന് പറയുന്ന നമ്മൾ മാർജിനലായിട്ട് കിടക്കുന്നത്. ഈ തടസ്സ ശക്തി ഇരുന്നു കൊണ്ട് നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ പ്രഭുപാദര ഇന്നലത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ പർപ്പോട്ടിൽ പറയുന്നുണ്ട്, അവസാനത്തെ ലൈനിൽ പറയുന്നുണ്ട്, ഈ ഭൗതിക ലോകങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സമ്പൂർണ്ണ ഭൗതിക ആവശ്യത്തെ പൂരിതമാക്കുക. നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്ന ഏറ്റവും മീഡിയേറ്റർ എന്താ പറയാ ഒരു കറക്റ്റായ ഒരു ഹരേ കൃഷ്ണ പ്രഭു. ഭുവർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോക. ഭൂർലോക, സുവർലോക, മഹാലോക, ജനലോക, തപാലോക, സത്യലോക. യെസ് മജി, താങ്ക് യു, താങ്ക്സ് അ ലോട്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ എല്ലാം മേലെയാണ് ഈ പറഞ്ഞ ബ്രഹ്മാജി ഇരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം സൃഷ്ടിയുടെ ഈ ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷനിലൂടെ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ 2ാമത്തെ ശ്ലോകത്തിന്റെ പുരുഷാവതാരത്തിന് ഒരു ഭാഗം പറഞ്ഞ ശയിക്കുന്നു. അതാണ് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മഹത്തത്വത്തിൽ ശയിക്കുന്ന കാരണോദക ശായി. പുരുഷാവതാരത്തിലെ ശരീരത്തെ നാഭി സരസിൽ നിന്ന് ഒരു താമരത്തണ്ട് പൊന്തി വരികയും, ഭഗവാന്റെ നമ്മൾ നോക്കിയ പത്മനാഭ സ്വാമിയെ നമുക്ക് നോക്കിയാൽ അറിയാം, അദ്ദേഹം കാരണോദകശായി വിഷ്ണുവിന്റെ രൂപമാണ്. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് താമരത്തണ്ട് പൊങ്ങി വരുന്നത്. ആ താമരത്തണ്ടിന്റെ മേളിൽ, ആ താമരയിൽ ദിവ്യമായ അംബുജത്തിൽ ഈ ബ്രഹ്മാജി ആവിർഭവിക്കുന്നത്. അഗ്രത്ത് വിടർന്ന ദിവ്യമായ താമരപ്പൂ സർവശക്തികളുടെയും അധിപനായ വിശ്വസൃഷ്ടാവായ പരമസംഭവൻ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നതിന് ശേഷം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സൃഷ്ടി വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്താണ് വേണ്ട ഒന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ജോലി എന്താണ്, ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് ആശ്രയിക്കുന്നത്, ഒന്നും അറിയില്ല. ഒരു മൂക്കഥ എന്ന് പറയുന്ന ഒരു ബ്ലാങ്ക് ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്റൻഷനില് എന്താ പറയാ ബ്രഹ്മശബ്ദ, ഇല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ദിവ്യമായ വാണി അവരെ കേൾക്കുന്നത്. തപ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തിനോട് തപസ് ചെയ്യാൻ കൽപ്പിക്കുന്നു. ആ തപ എന്ന് പറഞ്ഞ് ആ തപസ്സിനെ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഈ പറഞ്ഞ സൃഷ്ടി ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബുദ്ധിവിശേഷങ്ങളും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. തപ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോളണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, തപ. ഈ തപനെ ഒന്ന് ശക്കല ഒന്ന് മാറ്റിയിട്ട് നോക്കിയേ.
പത പത. പത എന്ന് പറഞ്ഞാൽ പതനം, ഇല്ലെങ്കിൽ ഫാൾ ഡൗൺ. അപ്പൊ നമ്മൾ എപ്പോഴാണോ തപസ് ചെയ്യാതിരിക്കുന്നത്, നമ്മൾ ഫാൾ ഡൗൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളുടെ തപസ് ചെയ്യേണ്ടത് വളരെ 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 പ്രാധാന്യമുള്ളത് എന്നുള്ളത് നമ്മളുടെ ആദ്യ സൃഷ്ടാവിന്റെ ആദ്യത്തെ അവതാരമായ ബ്രഹ്മാജി നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉപദേശമാണ് ഈ തപ. ആ തപസ് ചെയ്യണം. നമ്മളുടെ തപസ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്, നമുക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ഡ്യൂട്ടികളെയും ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള തപസ്. നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ള ധാരണയെ മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനായി നമ്മൾ നമ്മളുടെ ജീവിതത്തെ മറിക്കണം ഇൻ ദ സെൻസ് വെക്കണം. മാറ്റിവെക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയും നമ്മൾ പിന്നോട്ട് പോകരുത്. നമ്മൾ എല്ലാവരും എന്തൊക്കെയാണോ ഭഗവാൻ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണോ അതെല്ലാം വിത്തൗട്ട് ഫെയിൽ, ഒരു വീഴ്ചയും കൂടാതെ നമ്മൾ ചെയ്യണം. അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ സമർപ്പണം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് സംസിദ്ധിർ ഹരിതോഷണം, ഹരിയുടെ പ്രീതിക്കായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് മറന്നു പോകരുത്. അത് ഏതൊരു അവസ്ഥയിലും നമുക്കത് ചെയ്യാൻ പറ്റും. സമർപ്പണം അത് വേണം. അതില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ എല്ലാം നാഥനായി പോകും. ഈ അഹങ്കാരം നമ്മളെ വന്ന് ഉള്ളിലോട്ട് കൊണ്ടുവരും. ആ അഹങ്കാരം കാരണം നമ്മള് താഴെ പോവുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് നമുക്ക് ഈ ഭഗവാന്റെ ദിവ്യശക്തിയെ മനസ്സിലാക്കാൻ ഒരുപാട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. പക്ഷെ അതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഭഗവാന് ഒരുപാട് വ്യത്യസ്ത ശക്തികളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ലഭിക്കാവുന്നതാണ് ഭഗവാന്റെ കാരുണ്യ ശക്തി. ആ കാരുണ്യത്തെ നമ്മൾ ആശ്രയിച്ചാൽ തന്നെ നമ്മളുടെ ജീവിതം ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമുക്ക് വെക്കാൻ സാധിക്കും. ആ കാരുണ്യമാണ് നമ്മളുടെ കൂടെയുള്ള ഭക്തന്മാര്, ഭഗവാന്റെ ഭക്ത സംഘം, ഭഗവാനുള്ള ഭക്തിയുക്ത സേവനം. ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന കാരുണ്യമാണ്. ആ കാരുണ്യത്തെ ഭഗവാന്റെ സേവനത്തിനായി നമ്മൾ സമർപ്പിച്ചാൽ തന്നെ നമ്മളുടെ ജീവിതം ഏറ്റവും ശ്രേയസ്സിലായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിനകത്ത് ഈ ടോപ്പിക്കിൽ പറയുന്നത് ബ്രഹ്മാജിയുടെ അവതാരത്തെ കുറിച്ചാണ്. ഈ ബ്രഹ്മാജിയുടെ അവതാരം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായ പുരുഷാവതാരങ്ങളെ കുറിച്ചെല്ലാം ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഈ ശ്ലോകങ്ങളെല്ലാം കുറിച്ച് നമുക്ക് ഒരു വളരെ മനോഹരമായ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ ഭക്തനോട് സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയവും സാഹചര്യവും ഒന്ന് ശരിയായി വരികയാണെങ്കിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. കുറച്ചുകൂടി വിസ്താരമായിട്ട്. നമ്മളിപ്പോ ഒരു ഔട്ടറിൽ മാത്രമേ പറയുന്നുള്ളൂ. അതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് അദ്ദേഹം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ എന്തായാലും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇവരുടെ സപ്പോർട്ടോടു കൂടി. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുള്ളൂ. ഭഗവാന്റെ ശക്തികളെല്ലാം അനന്തമറ്റതാണ്, എൻഡ്ലെസ് ആണ്. നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ മാംസ ചക്ഷുകൾ കൊണ്ട്, ഇല്ലെങ്കിൽ എന്താ പറയാ, ലിമിറ്റഡ് ആയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നുള്ള സത്യം ആദ്യം തിരിച്ചറിയുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാസ്ത്രജ്ഞന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സ്പെഷ്യലായ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് മാത്രമേ ഈ പറഞ്ഞ ഭഗവാന്റെ വ്യത്യസ്തമായ ശക്തികളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ നമുക്കും ദിവ്യമായ ചക്ഷു, ഇല്ലെങ്കിൽ ഇതിനെ പറയുന്നത്, ഈ കണ്ണിനെ പറയുന്നത് മാംസ ചക്ഷു, അതായത് മാംസം കൊണ്ടുണ്ടാക്കിയ ചക്ഷു. ഇതിനെ മാറ്റി ഇതിന് ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്ന ജ്ഞാനചക്ഷു ഉണ്ട്. ജ്ഞാനം, അതായത് ഭഗവാന്റെ ഈ പറഞ്ഞ ജ്ഞാനം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുണ്ട് പ്രേമചക്ഷു. ഈ മൂന്നാമത്തെ ചക്ഷു എന്ന് പറയുന്നത് പ്രേമചക്ഷു. ഈ പ്രേമം കൊണ്ട്, അതായത് ഭഗവാന്റെ ദിവ്യമായ ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാന്റെ ഈ പറഞ്ഞ ലവിങ് ഡിവോഷണൽ സർവീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഭഗവാനെ. അതായിരുന്നു ഓരോ ഭക്തരും അവരുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടു പോയത്. ഇപ്പൊ യശോദാമ്മ, രാധാറാണി, എല്ലാ ഭക്തരും അവരെല്ലാം ഭഗവാനെ കണ്ടത് പ്രേമചക്ഷുവാലാണ്. അവരുടെ എല്ലാ കണ്ണില് ഭഗവാന്റെ പ്രേമം, ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള താല്പര്യം, ഭഗവാനോടുള്ള രതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്വാർത്ഥതയില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ ജീവിതം എല്ലാം ഒഴിഞ്ഞു വെച്ചത്. അതുകൊണ്ട് അവരെന്തായി, ഈ പറഞ്ഞ ജ്ഞാനം, ഈ പറഞ്ഞ ഈ രണ്ട് തലങ്ങളെയെല്ലാം അതിജീവിച്ച് ഏറ്റവും അത്യുന്നതമായ ഭഗവാന്റെ പ്രേമഭക്തിയിലേക്ക് അവർ ഉയരുകയും അവർ ഏറ്റവും പരമ ഭക്തരായി മാറുകയും ചെയ്തു. അപ്പൊ നമ്മളും ഈ പറഞ്ഞ ജ്ഞാനം, ഇതെല്ലാം നമ്മൾക്ക് ഭഗവാനിൽ പ്രേമം ജനിപ്പിക്കാൻ ഉതകുന്നില്ല എങ്കിൽ ഈ ജ്ഞാനം കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല.
അപ്പൊ ജ്ഞാനത്തിന്റെ ഉദ്ദേശവും ജ്ഞാനത്തിന്റെ ലക്ഷ്യവും എന്തായിരിക്കണം? ഭഗവാനിൽ നമുക്ക് പ്രേമം ജനിപ്പിക്കുക, ഭഗവാനിൽ നമുക്ക് ഭക്തി ജനിപ്പിക്കാൻ. അതല്ല ഞാൻ വലിയ ജ്ഞാനിയാണ്, എനിക്കെല്ലാം അറിയാം, ഈ മഹത്വത്വം അറിയാം, ഈ പറഞ്ഞ കോസ്മിക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയാം, അതിന്റെ ഓരോ ഘടകങ്ങൾ, ഇതെല്ലാം നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷെ അതിനുശേഷം ഈ ജ്ഞാനത്തെക്കാട്ടിലും വളരെ ശ്രേയസ്സപ്പെട്ടതാണ് ഈ പറഞ്ഞ ഭക്തി, സേവനം. ആ സേവനത്തിന് നമ്മൾ ഈ ജ്ഞാനം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് നമുക്കൊരു ഇതുമില്ല. ഇന്ന് കുറെ ആൾക്കാര് പാണ്ഡിത്യം കൊണ്ട് ഭഗവാന്റെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ച് അതിന്റെ വിശദമായ ഓരോ തരത്തിലുള്ള എന്താ പറയാ വിശദീകരണങ്ങളൊക്കെ നൽകും. പക്ഷെ അവരിൽ ആരും ഭഗവാന്റെ ഭക്തരാകുന്നില്ല. അപ്പൊ ഈ ജ്ഞാനം കൊണ്ട് എന്താണ് പ്രയോജനം? അവർക്ക് വെറുതെ ആൾക്കാരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ, ഞാൻ വലിയ ആളാണ്, എനിക്കിതെല്ലാം അറിയാം എന്ന് കാണിക്കാൻ മാത്രമേ ആവുന്നു. അതുപോരാ, ഒരിക്കലും അതാവരുത് നമ്മളുടെ ലക്ഷ്യം. കാരണം മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാരും, ഒരുപാട് ഭക്തന്മാർ, ഏറ്റവും ഹരിദാസ് ഠാക്കൂറിന്റെ കഥ സ്റ്റോറി നോക്കുകയാണെങ്കിൽ, ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുലത്തിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ മഹാപ്രഭു ഉയർത്തിയ സ്ഥാനം നാമത്തിന്റെ ആചാര്യനായിട്ടാണ് അദ്ദേഹം. കാരണം അത്രത്തോളം അദ്ദേഹം നാമരുചിയിലായിരുന്നു, അത്രത്തോളം ഭഗവാനെ നാമത്തിലൂടെ ആസ്വദിക്കുന്ന ഒരു ഭക്തനായി മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ജ്ഞാനമില്ല. കാരണം കൃഷ്ണൻ പറയുന്നുണ്ട്, നാംകാരി ബഹുധാ നിജ സർവശക്തി, എല്ലാ ശക്തികളെയും ഞാൻ നാമത്തിനകത്ത് നിവേശിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നത്. ആ നാമത്തെയാണ് അദ്ദേഹം ഉപാസിക്കുകയും നാമത്തിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ചെയ്ത പേഴ്സണാലിറ്റിയാണ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. അതുപോലെ ഈ ശക്തികളെല്ലാം, എല്ലാ ശക്തിയും നമ്മളുടെ ഈ നാമജപത്തിനകത്തുണ്ട്. ആ നാമത്തെ എത്രത്തോളം നമ്മൾ രുചിയായിട്ട് ജപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആ നാമത്തിനകത്തൂടെ തന്നെ നമുക്ക് ഇതെല്ലാം വിരിഞ്ഞു വരും. കാരണം അതിന്റെ ഏറ്റവും ഉത്തമ കാരണം നമ്മളുടെ പാശ്ചാത്യ ഭക്തന്മാർ തന്നെയാണ്. അവരാരും കുലം കൊണ്ട് ഈ പറഞ്ഞ പോലെ സംസ്കാരത്തിൽ ജനിച്ചവരാണോന്നില്ല, ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാവരെയും മാറ്റിയെടുത്തത് ഭക്തന്റെ കാരുണ്യമായിരുന്നു, ശീല പ്രഭുപാദരുടെ കാരുണ്യം. അതുപോലെ തന്നെ ശീല പ്രഭുപാദന്റെ കാരുണ്യം ഏത് രൂപത്തിൽ അവർക്ക് കിട്ടി? നാമരൂപേണ. ശീല പ്രഭുപാദർ ഭഗവാന്റെ കാരുണ്യമായ നാമത്തെ അവർക്ക് കൊടുത്തു. ആ നാമത്തെ അവർ ഉപാസിച്ചു, ആ നാമത്തെ അവർ ആശ്രയിച്ചു, ആ ഗുരുവിനെ അവർ ആശ്രയിച്ചു. അതിലൂടെ അവരുടെ ജീവിതം മാറി വരികയും അവരുടെ ജീവിത ലക്ഷ്യമായ ഓരോ ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യമായ ഭഗവാന്റെ ദിവ്യ സേവനത്തിൽ അവർ ഏർപ്പെടുകയും അവരെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇവരുടെ. അപ്പൊ നമുക്കുള്ള ഈ പറഞ്ഞ ജ്ഞാനത്തിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഭക്തി. ആ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം സാധിക്കും. നമുക്ക് ഭഗവാനെ തന്നെ അതിനൊരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യാറുള്ളതാണ്. ഒരു പ്രാവശ്യം ഇന്റർവ്യൂവിൽ ശീല പ്രഭുപാദരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ സയന്റിസ്റ്റുകളെ എല്ലാം ബീറ്റ് ചെയ്യുന്നത്, അവരെ എല്ലാം മത്സരിച്ച് തോൽപ്പിക്കുന്നു, അല്ലെ അവരോട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയും. അപ്പൊ ശീല പ്രഭുപാദർ വളരെ എളിമത്വത്തോടു കൂടി പറയും, എനിക്കൊന്നും അറിയത്തില്ല യഥാർത്ഥത്തിൽ, എനിക്ക് കൃഷ്ണനെ അറിയാം, കൃഷ്ണ എല്ലാം അറിയാം. ഐ നോ കൃഷ്ണ, കൃഷ്ണ നോസ് എവരിത്തിങ്. അതായിരിക്കണം നമ്മളും കൃഷ്ണനെ ആശ്രയിച്ചാൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. അതിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കൃഷ്ണൻ തരും. ആ ശ്രീല പ്രഭുപാദർ കൃഷ്ണനെ ആശ്രയിച്ചത് കൊണ്ട് ഇന്ന് 24 മണിക്കൂർ ലോകമെമ്പാടും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ കൃഷ്ണന്റെ കാരുണ്യമാണ് അദ്ദേഹം, എന്റെ ഭക്തൻ ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്ഥാനമാനങ്ങളും ഈ പറഞ്ഞ പേരും പ്രശസ്തിയും ഒക്കെ വിട്ടിട്ട് നമ്മൾ എപ്പോഴാണോ ഭഗവാന് ആത്മാർത്ഥമായിട്ട് പ്രകീർത്തിക്കുന്നത്, ഭഗവാൻ നമുക്ക് വേണ്ട എല്ലാ ശക്തി വിസ്താരങ്ങളും തരും. നമുക്ക് വേണ്ട ഭക്തിക്ക് വേണ്ട എല്ലാ എന്താ പറയാ എനർജിയും നമുക്ക് നൽകും. അതിലൂടെ നമുക്ക് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന പഠിക്കുന്ന ജ്ഞാനവും തപസ്സും ഈ പറഞ്ഞ ഓരോ കാര്യവും ഭഗവാനെയും ഭക്തന്മാരെയും പ്രീതിപ്പെടുത്താനുള്ളതാകണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്, ശീല ഗുരുദേവ് കി ജയ്. എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് എല്ലാവർക്കും അറിയാം, അവർ ദയവായി വിശദീകരിച്ചാൽ നന്നായിരുന്നു. हरे कृष्णा प्रभु, सन माता जी, प्रणाम।